പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോസായുടെ പുതിയ സ്റ്റോക്കും ഓർക്കിഡിൻ്റെ കോംബോയും പിന്നെ റോസായ്ക്കിടുന്ന ഒരു വളവും പരിചയപ്പെടുക. റോസായ്ക്കിടുന്ന വളം ഒരു വർഷം മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിലത്തും പിന്നെ ചട്ടിയിലും വെക്കാൻ പറ്റിയതും എല്ലാവർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതുമായ കുറേ റോസകൾ ഇപ്പം പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്തൂടെ കാണാം. ഇതൊക്കെ എന്നും സ്ഥിരമായിട്ട് നമ്മുടെ ഗാർഡനിൽ വരുന്ന റോസകൾ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ യെല്ലോ പിനാക്കിയാണ്. അതങ്ങനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വന്നാലും പെട്ടെന്ന് തീരും, എല്ലാവർക്കും ഒന്നും തികഞ്ഞ് പറ്റത്തില്ല. ഇന്നൊരു 100 പ്ലാന്റെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് യെല്ലോ പിനാക്കിയോടെ. അപ്പോൾ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി, യെല്ലോ പിനാക്കിയോ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണിക്കുന്ന റോസയുടെയൊക്കെ ഇതേ വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നത്. റോസ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. പിന്നെ വീഡിയോയ്ക്കകത്ത് എന്നും പറയുന്നതാ, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിങ്ങൾ വെക്കണം അഡ്രസ്സിൻ്റെ കൂടെ നിന്ന്. അതുപോലെ തന്നെ ചെടി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം കൊറിയർ ഓഫീസിൽ നിന്ന്. അങ്ങനെ എടുക്കാതെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരുപാട് പേര് ചെടി ലേറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോൺ എടുത്തില്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ കൊറിയർ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെയും അതിൻ്റെ കൊറിയർ ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചെടി ഓർഡർ ചെയ്യുന്നവർ ഫോൺ എടുക്കണം. വിളിച്ചാൽ ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം അഡ്രസ്സിൻ്റെ കൂടെ വെക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയും ചെടി അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം DTDC വഴിയാണ് കൂടുതലും അയക്കാറ്. അവർ 2-3 ദിവസം ഫോൺ എടുത്തില്ലെങ്കിൽ അവർ തിരിച്ച് അയക്കും. ചിലപ്പോൾ എന്നെ വിളിക്കുമായിരിക്കും, തിരക്ക് കാരണം ചിലപ്പോൾ എനിക്ക് വിളിച്ചത് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1-2 ഫോൺ നമ്പർ അഡ്രസ്സിൻ്റെ കൂടെ തരണമെന്ന് എല്ലാവരോടും പറയും. ഒരിക്കലും ആരും തരാറില്ല. 1-2 പേര് തരും. ചിലവർ ഒരു ഫോൺ നമ്പർ പോലും തരാറില്ല. അതൊക്കെ ഒരുപാട് തവണ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ നേഴ്സറി പെരുന്നാട്ടിലോട്ട് മാറ്റിയെന്നുള്ളത് ഓരോ വീഡിയോയ്ക്കകത്തും പറയും. എന്നാലും ഇപ്പോൾ ഒരുപാട് പേര് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ ആരുമില്ല. പ്രത്യേകിച്ച് രാവിലെ ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ ഇവിടെ വരും. വൈകിട്ട് 8 മണിയാകുമ്പോഴും 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത്. അവിടെയെങ്കിലും ആരും കാണത്തില്ല. പിന്നെ തിരിച്ചു വരും. 5 കിലോമീറ്ററോളം കൂടുതൽ വണ്ടി ഓടിയാലേ അവിടെ ചെല്ലത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും. ഞാൻ എല്ലാ വീഡിയോയിലും വഴിയെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. വടശ്ശേരിക്കരയിൽ നിന്ന് വരുന്നവർ പോത്തുമൂട് പാലം ഇക്കരയും, അത്തിക്കയത്തു നിന്ന് വരുന്നവർ പോത്തുമൂട് പാലത്തിൻ്റെ ഇക്കരയുമാണ് ഇറങ്ങേണ്ടത്. അവിടെ പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ നേഴ്സറി. ബോർഡും ഡിസ്പ്ലേയും ഒക്കെ വെച്ചിട്ടുണ്ട്. വരാനൊരു പാടുമില്ലാത്ത സ്ഥലം തന്നെയാണ്. ചിറ്റാറ് സീതത്തോട് പോകുന്നവർക്ക് പോത്തുമൂടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഗാർഡനിലോട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ എന്നെ ഫോൺ വിളിച്ചാൽ മതി. നേരത്തെ വിളിച്ചിട്ടൊന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മൾ കോള് വരുന്നതൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളതിന് മറുപടി തരും. പിന്നെ ഇപ്പം ലൊക്കേഷൻ കൊടുത്തേക്കുന്നത് വീടിൻ്റെ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെറ്റിനകത്ത് പെരുന്നാടിൻ്റെ ഉണ്ട്. അപ്പം നെറ്റിനകത്ത് അടിക്കുന്നവർ ഗൂഗിൾ മാപ്പ് നോക്കുന്നവരെ അഞ്ജൂസ് ഗാർഡൻ പെരുന്നാടെന്ന് അടിക്കണം. എന്നാലേ കറക്റ്റ് അവിടെ വരത്തുള്ളൂ. പീച്ച് കളർ റോസയൊക്കെ നമുക്ക് നിലത്തും വെക്കാം. ഈ കാണിക്കുന്ന റോസകളെല്ലാം നിലത്ത് വെച്ചാൽ നല്ലതായിട്ട് പിടിക്കും. ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് വേറെ ഒരു കവറിലോട്ട് നട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നിലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് നമുക്ക് ലിക്വിഡായിട്ടുള്ള വളങ്ങളെല്ലാം റോസയ്ക്ക് കൊടുക്കാം. റോസയുടെ ചുവട്ടിൽ തണുപ്പ് കിട്ടാൻ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാ ചെടിക്കും. ചൂട് കൂടുതലാകുന്നത് കൊണ്ടാണ്. ഒരുപാട് ചൂടുള്ളപ്പം റോസയൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. കുറച്ച് തണലത്തോട്ട് ഉച്ച കഴിഞ്ഞുള്ള വെയിൽ കിട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. വളമായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ റോസയ്ക്കകത്ത് ചകിരിച്ചോറ് ഇടരുതെന്ന് ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ പറയും. ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ അതേ സൈസ് പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്തു തരുന്നത്. യെല്ലോ പിനാച്ചിയോ എപ്പം സ്റ്റോക്ക് വന്നാലും 1-2 ദിവസം കൊണ്ട് പ്ലാന്റ് തീരും. അതുകൊണ്ട് ഈ പ്രാവശ്യം റോസ കൂടുതലുണ്ട്. പിന്നെ കരീഷ്മയുണ്ട്, എഡ്വേർഡുണ്ട്, മുക്കുത്തി റോസയുണ്ട്, ഡബിൾ ഡിലൈറ്റ് ഉണ്ട്, അഹല്യ ഉണ്ട്.
മിക്കവാറും എല്ലാ റോസകളും സ്റ്റോക്കുണ്ട്. കാശ്മീരിയൊക്കെ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്, ഒരില പോലും പഴുക്കാത്തതും ഒക്കെ. ഇത് വെയിലത്ത് വെക്കുന്നതിനോ മഴയത്ത് വെക്കുന്നതിനോ ഈ പ്ലാന്റിന് ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ റോസ വെച്ചിട്ട് നല്ലവണ്ണം കെയർ ചെയ്യണം. കെയർ ചെയ്താൽ മാത്രമേ റോസ പിടിക്കത്തുള്ളൂ. ഈ മൂക്കുത്തി റോസ ഓൺ റൂട്ട് പ്ലാന്റാണ്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ബഡ് ചെയ്ത റോസകൾ തന്നെയാണ്, നാടൻ ബഡാണ്. നിലത്ത് വെക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. നമ്മുടെ കാലാവസ്ഥയുമായിട്ട് നല്ലതായിട്ട് ഇണങ്ങിയ റോസകളാണ്. അതുകൊണ്ട് നമ്മൾ നടുമ്പം കൂടുതൽ കെയറിങ് ഒന്നും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ റോസ, നാടൻ റോസ പിടിക്കുന്ന പോലെ തന്നെ പിടിക്കും. മൂക്കുത്തി റോസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഹാങ് ചെയ്തിടാം. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ആദ്യം ഹാങ് ചെയ്തിട്ടത്. നല്ല അടിപൊളിയായിട്ട് അത് പിടിക്കും. വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. റെഡ് പിനാക്കിയുടെ തന്നെ ഒരു വെറൈറ്റി കൂടെ ഉണ്ട്, റോസ് കളറിൽ. അതാണ് ഈ കാണിക്കുന്നത്, ഒരു പിങ്ക് കളർ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ പ്ലാന്റ് കുറവാണ്, ഇല്ല, 1-2 പ്ലാന്റുകളേ ഉള്ളൂ. ഇതിൻ്റെ കളർ തന്നെ മാറി വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ അത് മാറ്റി നടുമ്പോൾ ആ കളർ തന്നെ ആകുന്നുണ്ട്. വൈറ്റ് പേപ്പർ റോസായുടെ ഒരു വെറൈറ്റിയാണല്ലോ അഹല്യ റോസ് എന്ന് പറഞ്ഞ പോലെ റെഡ് പിനാക്കിയുടെ ഒരു വെറൈറ്റി റോസ് കളർ വരുന്നുണ്ട്. അതേലെ പിനാക്കിയോ റോസ് വരുന്നതിപ്പം റെഡും റോസും യെല്ലോയുമാണ്. ഇതുപോലെ തന്നെ പേപ്പർ റോസായുടെ ഒരു കളർ വെറൈറ്റിയാണ് ഈ അഹല്യ റോസ്. നമ്മുടെ ഗാർഡനിൽ വന്ന് എടുക്കുന്നവർക്ക് ഒരു ശകലം പോലും ഇതിൻ്റെ മണ്ണ് കളയാതെ തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു വെക്കാം. അല്ലെങ്കിൽ ആ ചട്ടിക്കകത്ത് തന്നെ വെച്ചാലും വീണ്ടും പൂവുണ്ടാവും. റോസ വലുതാകാനും വേണ്ടിയാണ് ചട്ടി മാറി വെക്കണമെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അതിനകത്തിരുന്നാലൊന്നും റോസ ഉണങ്ങിപ്പോത്തൊന്നുമില്ല. ഇവിടെ വരുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ഓർക്കിഡ് റോസായുടെ ഓൺ റൂട്ട് പ്ലാന്റ് വന്നിട്ടുണ്ടെന്ന്. ഇവിടെ തന്നെ ഇരുന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന റോസകൾ ഏത് കാലാവസ്ഥയിലും പിടിക്കും. അപ്പോൾ ഈ റോസയും സെയിലിനായിട്ടുണ്ട്, മുട്ടൊക്കെ വന്നതാണ്. ഇതാണ് വളം. ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന കരിയിലയാണ്. കരിയില, കുറച്ച് ചാണകപ്പൊടി, പച്ചയില, പഴത്തൊലി, ഇതെല്ലാം കൂടെ 1 വർഷം മുമ്പ് നമ്മൾ എടുത്തിട്ട് വെച്ചിരുന്നത്. അതിരുന്ന് ഉണങ്ങി പൊടിഞ്ഞ് വേറെ ഒന്നും ഇതിനകത്തില്ല. കരിയിലയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കുറച്ച് ചാണകപ്പൊടിയും കൂടെ അന്ന് ഇട്ടായിരുന്നു. 1 പ്രാവശ്യം മാത്രമേ വെള്ളം നനച്ച് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നല്ല മണ്ണ് പോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് റോസായ്ക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണക്ക് സമയമാണ്. കരിയില നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ഇതുപോലെ ശേഖരിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത് ചാക്കിനകത്തും കരിയിലയായിരിക്കുന്നത്. ശേഖരിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് റോസായ്ക്ക് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറിനൊക്കെ പകരം ഇത് ചെയ്യുന്നതുകൊണ്ട് റോസയ്ക്ക് ഒരു കുഴപ്പവുമില്ല. റോസ മാത്രമല്ല, മറ്റുള്ള എല്ലാ ചെടികൾക്കും ഇതൊരു നല്ല വളമാണ്. അതുപോലെ പച്ചക്കറി നടുന്നവർക്കും ഇത് നല്ലതാണ്. ഇതുപോലെ കരിയില ഈ സമയത്ത് കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ അത് പൊടിഞ്ഞ് നല്ല ഇട്ട് നിൽക്കുന്നുണ്ട്. ഇനിയും കാണിക്കുന്നത് ഓർക്കിഡിൻ്റെ കോംബോയാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളാണ് കോംബോയിലകത്തെ ഫ്ലവർ. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ഓർക്കിഡാണ്. ഇതിൻ്റെ മുട്ടുകളൊക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ് സെയിലിനായിട്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മെച്ചൂർഡായിട്ടുള്ള ബഡ്സ് വരാറായിട്ടുള്ള പ്ലാന്റാണ്. ഇതെല്ലാം കോംബോയിൽ വരുമ്പം ഒരു പ്ലാന്റിന് 250 രൂപ വെച്ച് വരും. പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ആ പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. 6 വെറൈറ്റിയോളം നമ്മുടെ കയ്യിൽ ഇപ്പം കോംബോയ്ക്കകത്തുണ്ട്. നിങ്ങൾക്ക് 6 വേണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും അയച്ചു തരും, കോംബോ ആയിട്ട് തരും. 250 രൂപ ഒരു പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. പിന്നെ 80 രൂപയുടെ നല്ല പ്ലാന്റുകളുണ്ട്. നമ്മൾ ടവർ ഉണ്ടാക്കാനും പിന്നെ ഓർക്കിഡ് ആദ്യമായിട്ട് വെച്ച് പിടിപ്പിക്കുന്നവർക്ക് വെക്കാനും ഒക്കെ നമ്മൾ ഓർഗാനിക് വളവും രാസവളവും കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് കൊടുക്കാനല്ല പറയുന്നത്. പലപ്പോഴായിട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂവുണ്ടാവും. ഇതാണ് കോംബോയ്ക്കകത്തെ പ്ലാന്റിൻ്റെ സൈസ്. ഇത്രയുള്ള പ്ലാന്റാണ് 250 രൂപയ്ക്ക് തരുന്നത്. ഒരുപാട് തൈകളുള്ള നല്ല അടിപൊളി പ്ലാന്റാണ്, ഉഷായിട്ടുള്ള. ചിലതിലൊക്കെ ഇത് ബഡ്സ് വന്നിട്ടുണ്ട്, ചിലതൊക്കെ ബഡ്സ് വരാറായതുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിലെ ഓരോ പ്ലാന്റിനും നമ്പരിട്ടിട്ടുണ്ട്. ഗാർഡനിൽ നേരിട്ട് വരുന്നവർക്കും നമുക്കിത് അറിയാൻ പറ്റും. കാരണം പ്ലാന്റുകൾ വേറെ വേറെ മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ 6 പ്ലാന്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത്ര എണ്ണം കോംബോ ആയിട്ട് എടുക്കാം. 250 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്.
അതിനകത്ത് ഈ കാണിക്കുന്ന ഫ്ലവറൊക്കെയുള്ള പ്ലാന്റുകളാണ്. ഇനി കാണിക്കുന്ന വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഫ്ലവറുകളാണ് കോംബോയ്ക്കകത്ത് വരുന്നത്. ഒരെണ്ണം മാത്രം അടുക്കുള്ളതുണ്ട്, ബാക്കിയെല്ലാം ഒറ്റ പെറ്റൽ തന്നെയാണ് വരുന്നത് ഫ്ലവർ. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഇതൊരു കോംബോയിൽ ഒരു പ്ലാന്റ് ഇതാണ്. ഇതിനകത്ത് പൂക്കളും ബഡ്സ് വന്ന പ്ലാന്റുകൾ തന്നെ. ഇത് വേണ്ടെങ്കിൽ അതിന് പകരം വേറെ പ്ലാന്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓർക്കിഡ് നേരിട്ട് വന്ന് വാങ്ങിക്കുന്നവർക്ക് ഇവിടെ 1 കിലോ കരി ചാർപ്പോള് 30 രൂപയേ ഉള്ളൂ, ചട്ടി 2 രൂപ. ആർക്കെങ്കിലും കൃഷി ചെയ്യാനോ വല്ലതും താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്നാൽ ഇതെല്ലാം ഈ റേറ്റിന് തരാം. ഇതും ഒരു ഫ്ലവറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.